ഇത് ജോമോനെ കൂട്ടിക്കൊണ്ടു. അമ്മ വേറെ കിടക്കണം. നേരത്തെ പോയിക്കൊണ്ടിരുന്നു പോകാതെ കണ്ടോണ്ടിരുന്നു. നമ്മുടെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അമ്മ ആരാന്ന് അവർക്കറിയാം. അത് ശരിയാ. എവിടെയാ മോനെ കിടക്കണം? നീ കിടക്കണ്ടേ? കിടക്കാറായില്ലല്ലോ. അയ്യോ ഇനി എപ്പോഴാ? സമയം സന്ധ്യ ആയില്ലല്ലോ, വൈകുന്നേരം ആയതല്ലോ. ജോമോൻ വന്നോന്ന് ഞാൻ പറഞ്ഞു. ജോമോൻ വന്നിട്ടുണ്ട്. ജോമോനെ കണ്ട അമ്മയ്ക്ക് അറിയത്തില്ലേന്ന് ചോദിച്ചു. എനിക്ക് അറിയത്തില്ലേലും അവൻ അറിയാമല്ലോ എന്ന്. അത് ശരിയാ. എലിക്കുട്ടിയമ്മയുടെ ഉത്തരങ്ങൾ കണ്ട. എനിക്കറിയത്തില്ലായിരിക്കും, പക്ഷെ അവൻ അറിയാന്ന്. അല്ലേ എലിക്കുട്ടിയമ്മ? അതൊക്കെ എന്നതാ. ജോമോനെ കണ്ട? ഏതാ? എങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഇനിയൊന്നും പറയണില്ല കേട്ടോ. ഇതെല്ലാം തട്ടിപ്പാ. എലിക്കുട്ടിയമ്മയ്ക്ക് ജോമോനെ അറിയത്തില്ലെന്നൊക്കെ പറയുന്നു. ആണോ? ജോമോളെ അറിയാവോ? ജോമോളെ അറിയാവോ? ആ അറിയാവോ? അതേതാ? അതേതാ? അന്നേരല്ലേ പറയണ്ട, ഇപ്പം പറയണം. ഇപ്പൊ അറിയണ്ടേ? ഏതാന്ന് അമ്മ കാണിച്ചു കൊടുക്ക എല്ലാവരെയും. അറിയാൻ മേലാത്തവരൊക്കെ ഒന്ന് അറിയട്ടെ. എലിക്കുട്ടിയമ്മ നടത്തുന്നത്. അല്ല, അമ്മ അറിയാമോന്ന് അറിയണ്ടേ? ആളെ അറിയാവുന്നു. ആ ആളൊക്കെ അറിയാം. അതൊന്നും പറ. എവിടെയെങ്ങാനും ഉണ്ടോ? ഇത്ര കൊല്ലം വർഷക്കാലമായിരിക്കും ഈ മനുഷ്യരെ കയ്യിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം അവരുടെ അടുത്ത് വരുകയും പോവുകയും ചെയ്യുമ്പോൾ അറിയാം. അമ്മയ്ക്കറിയാവോ? എനിക്കറിയാം. എന്നൊന്ന് പറയാവോ ഏതാന്ന്? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എനിക്ക് തന്നിട്ടുള്ളവരും കണ്ടിട്ടുള്ളവരൊക്കെ എനിക്കറിയാം. അന്നൊന്ന് പറഞ്ഞേ. ഇപ്പം പറയണില്ല. ഇപ്പം പറയണില്ല അല്ലേ? ജോമോൾ ഏതാണേ? ജോമോള് ആയിരിക്കുന്നതാണോ? ആയിരിക്കുന്നതാണോ ജോമോള്? ആയിരിക്കുന്നതാണോ ജോമോള്? അതെ. ആ ആണോന്ന് ചോദിച്ചാ അതെ, അല്ലയോന്ന് ചോദിച്ചാ അല്ല. ജോമോളാണ് അമ്മയുടെ കൂടെ കിടക്കുന്നേ? ജോമോളാണ് അമ്മയുടെ കൂടെ ഇപ്പുറത്തെ കട്ടിലെ കിടക്കണേ? ആ ഇല്ലേ? പിന്നെ അമ്മയുടെ ഇപ്പുറത്തെ കട്ടിലെ കിടക്കണ ആരാ? ഒരു കട്ടിൽ എത്ര പേർക്ക് കിടക്കാൻ പറ്റും ജോമോനെ? മരുന്ന് തിരിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് അമ്മയുടെ കട്ടിൽ ചെറുതാ. ഞാൻ പറഞ്ഞത് അമ്മയുടെ കട്ടിലല്ലേ, അമ്മയുടെ ഇപ്പുറത്തെ. ഞാൻ പറഞ്ഞതേ അമ്മയുടെ കൂടെ കിടക്കുന്നതല്ല, അമ്മയുടെ ഇപ്പുറത്തെ കട്ടിലല്ലേ. അമ്മ കിടക്കണ ഇപ്പുറത്തെ ഒരു കട്ടിലിട്ടില്ലേ? ഇപ്പുറത്തൊരു വേറൊരു കട്ടിൽ കിടപ്പില്ലേ? ഒരു കട്ടിൽ കിടപ്പില്ലേ? ആ കട്ടിലെ കിടക്കാൻ ആരാന്നാ ചോദിച്ചേ? വേറെ ആൾക്കാർ കിടന്നാ മതിയോ? ഞാൻ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഇവാൻ കിടന്നാലും മതി, മീന കിടന്നാലും മതി. അത് ശരിയാ. നിങ്ങൾ ഏതായാലും കുഴപ്പമില്ല. നിങ്ങൾ ഏതായാലും സമ്മതിക്കുമെന്ന് തോന്നില്ല. അന്ന് കുഞ്ഞമ്മ വന്ന് കിടന്നിട്ട് കുഞ്ഞമ്മയെ സമ്മതിച്ചോ? അത് എനിക്കറിയാൻ പരീക്ഷ നോക്കിയാലേ. സ്ഥിരം കാണുന്ന മുഖമല്ലാത്ത നമ്മ സമ്മതിക്കില്ല. അവിടെ ആരാ കിടക്കണേ? അവിടെ ജോമോളല്ലേ കിടക്കണേ? അമ്മയുടെ ഇപ്പുറത്തെ കെട്ടിലെ കിടക്കണ ജോമോളല്ലേ അല്ലേ? ആ പിന്നെ അമ്മ സംശയം പറഞ്ഞേ, ഓരോരുത്തർ വന്ന് കിടന്നാ മതി എന്ന് പറഞ്ഞു. എന്തിനാ വഴിയിലോട്ട് നോക്കുന്നേ? അവിടെ നിന്ന് ഇനി ഇങ്ങോട്ട് ആരും വരാനില്ല, എല്ലാരും വന്നു. ഇനി ആരും വരാനില്ല. കഥ അടുത്ത നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ മാത്രമേ ഉള്ളൂ. എന്താ ഈ ചപ്പണേ? എന്താ ഈ ചപ്പണേ? എന്നാ ഈ തിന്നുന്നേന്ന്? ഇങ്ങനെ വെക്കണം കണ്ടല്ലോ. വായിലിട്ടോണ്ട് കിടന്നോട്ട് അവിടെ എവിടെയൊക്കെ പറ്റിയിരുന്നു. അതാ ഞാൻ ചോദിച്ചത്, എന്നാന്നാ ചോദിച്ചത്. അതെന്നാ? ഇനി ഉറക്കം വരും. ആണോ? കിടക്കാം. കിടന്നാലല്ല ഉറക്കം തന്നെ. ഇങ്ങനെ വർത്താനം പറഞ്ഞ ഉറക്കം വരികയല്ലോ. വർത്താനം പറഞ്ഞോണ്ട് ഉണ്ടാവും, പിന്നെ ഉറങ്ങാൻ പറ്റിയ. പിന്നെ നമുക്ക് ഉറങ്ങാൻ സമയത്തിനുണ്ടല്ലോ, ഇഷ്ടം പോലെ സമയമുണ്ട്. വിനീന അമ്മയുടെ കിടന്ന് അയ്യോ മൊത്ത വെച്ചിട്ടാ. അയ്യോ മഴയേ, മഴക്കാറേ, അയ്യോ ഭയങ്കര മഴക്കാറേ എന്നൊക്കെ പറഞ്ഞു മഴ പേടിച്ചോടി.
വേറെ എങ്ങാണ്ട് പോയി പെയ്തു. ഇത്ര വേഗം ആളുകളെ സൈക്കിളെ പോകണം. സൈക്കിളിൽ എത്ര പേരൊന്നും പോയൊന്നുമില്ല, അത് ബൈക്കിനായിരിക്കും പോയത്. ബൈക്കിന് മനസ്സിലായോ? അവരൊക്കെ ഓരോ വഴിക്ക് പോണത്. വഴി ഓരോരുത്തരൊക്കെ പോകണ്ടേ. എലിക്കുട്ടിയമ്മേ, എലിക്കുട്ടിയമ്മേ, കിടക്കാനും സമയമായില്ലെന്ന്. കിടക്കാൻ സമയമൊന്നും ആയില്ല. എൻ്റെ സമയം എത്ര ഇരുട്ടാകാൻ തുടങ്ങിയതേ ഉള്ളൂ. സമയം ഇരുട്ടാകാൻ തുടങ്ങിയതല്ലോ, ഒന്നും ആയില്ലല്ലോ. കിടക്കാറൊന്നും ആയില്ല. നീ കിടക്കാൻ ഒത്തിരി സമയമുണ്ട്. ഏയ് കിടക്കാൻ ഒത്തിരി സമയമുണ്ട്. നീ കിടക്കണ പ്രാർത്ഥനയൊക്കെ ശരി 8-9 മണിയായിട്ട് കിടന്നാൽ പോരെ. ഇന്ന് പകല് കിടന്നോ? പകലൊക്കെ കിടന്നു. AC ഒക്കെ ഇട്ട് ഞാനും അമ്മയും കൂടെ അങ്ങ് കിടന്നു. നല്ല ഉറക്കമായിരുന്നു. ആണോ? നല്ല ചൂടുമല്ലായിരുന്നു. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോ ഞാൻ കണ്ണു തുറന്നു. ഞാൻ ഏറ്റു പോന്നു. ഇടയ്ക്ക് പ്രാർത്ഥന ഇല്ലെന്നുണ്ടായിരുന്നു അല്ലേ? ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. എത്ര നേരം കഴിഞ്ഞാ നിർത്തിയത്. വെള്ളമൊക്കെ ഞാൻ കൊണ്ട് കൊടുത്തു കുടിക്കാൻ. അല്ലെ പിന്നെ ഒന്നാമത് ചൂട്. എലിക്കുട്ടിയമ്മ നിർത്താൻ പറഞ്ഞാലോട്ട് നിർത്തത്തുമില്ല അല്ലേ എലിക്കുട്ടിയമ്മ? അല്ലേ, മഴയൊന്നും പെയ്യുന്നില്ല എലിക്കുട്ടിയമ്മ. എങ്ങാണ്ട് പെയ്തല്ല മഴ. നമുക്ക് മഴയില്ല. ഇന്ന് വെയിറ്റില്ല. ഇന്ന് വെയിറ്റില്ലെന്നേ. ആകാശം മുഴുവനും കളറ് മാറി. ഇവിടെ മഴ പെയ്യാൻ പ്രാർത്ഥിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നാൻ. മഴ നന്നായിട്ട് ഞാൻ പറയുന്നത് ഭയങ്കര വെയിലാ. മഴക്കാറൊക്കെ ഉണ്ട്. വൈകിട്ട് പെയ്താൽ മതിയായിരുന്നു. മാറി മാറി മഴക്കാറുണ്ട്. മലബാറല്ല മഴ മുഴുവൻ പെയ്യുന്നതായിട്ട്. മഴയേ മലബാർ സൈഡിലോട്ടാ മഴ മുഴുവനായിട്ട്. ഇവിടെ മഴ ഇല്ലെന്നാ കേട്ടെ. അമ്മ പോയി കിടന്നു. അമ്മ പോയി കിടന്നോ? എവിടെയാ? അമ്മയുടെ കട്ടിലെ പോയി കിടന്നു. അങ്ങനെ കിടക്കാത്തല്ലേ? നീ വരുമ്പോ കിടക്കാത്ത. ഞാൻ പിന്നെ വരുമ്പോ കിടന്നോളാം. അതേ തന്നെ കിടക്കാത്ത. ഞാൻ ആ കട്ടിലെ വന്ന് കിടന്നോളാം. ഇപ്പൊ ഞാൻ കിടക്കണില്ല. വെള്ളം കുടിക്കേ. അതുകൊണ്ടോ വെള്ളം ഇരിപ്പുണ്ട്. ഞാൻ വെള്ളം ജ്യൂസ് എടുത്ത് കുടിക്കേ. കപ്പിനകത്ത്. ഇച്ചിരി വെള്ളം കുടിച്ചു. ഒരു കപ്പങ്ങ് തന്നതാ. നല്ല വെള്ളം. അതൊക്കെ കുടിച്ച് വല്ല ഷുഗർ ആവും. മധുരം കുറച്ചെടുത്താൽ മതി കേട്ടോ. മധുരം ഇട്ട് കൊടുക്കണ്ട. പഞ്ചസാര ഇട്ട് കഴിഞ്ഞായിരുന്നു ഇത്ര ദിവസത്തേക്കേ ഉള്ളു. നമ്മളാരും ഉപയോഗിക്കുന്നുമില്ല. അമ്മയ്ക്ക് മാത്രമേ കൊടുക്കുന്നത്. മധുരമില്ലാത്ത വെള്ളം കൊടുക്കാൻ പറ്റത്തില്ലെന്നേ, കുടിക്കത്തില്ല. നേരെ അധികമില്ല. ഇച്ചിരിയോടെ കഴിയുമ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോ അമ്മ പോയി ജോമോനെ വിളിച്ചോണ്ട് പോയി കിടക്കും. ഞാനിപ്പം കിടക്കണില്ല. ഞാൻ ഇവിടെ ഇരുന്ന് ടീച്ചറിന്റെ TV കാണാൻ പോവാ. TV അയ്യോ അതെന്താ? എനിക്ക് കാണണ്ടേ? പിന്നെ എനിക്ക് ചിലരും TV ഒക്കെ കാണണം. ഞാൻ എന്നാത്തിനാ പോണത്? ഏത് സമയം വീടിനകത്ത് ഇരിക്കുക കുട്ടി. എനിക്ക് പിന്നെ പുറത്തൊന്നും വല്ലയിടത്തും പോകാൻ പറ്റുമോ? TV-യിൽ പല പരിപാടികളും ഉണ്ട്. ഇച്ചിരി നേരം അതൊക്കെ ഞാൻ കാണട്ടെ. അത് എന്ത് കണ്ടോണ്ടിരിക്കാണ്. പിന്നെ എല്ലാ ദിവസവും ഇച്ചിരിച്ചേ കാണണ്ടേ? പിന്നെ എങ്ങനെയാ കിടക്കണം? എലിക്കുട്ടിയമ്മ കിടന്നോ? ഞാൻ വന്നേക്കാം കിടക്കാൻ സമയമാകുമ്പോ. ജോമോനെ കൂട്ടിക്കൊണ്ടു. ജോമോ വേറെ കിടക്കുള്ളൂ. ജോമോ വേറെ കിടക്കുള്ളൂ. അമ്മ കൂടെ കിടത്തുമല്ലോ. പിന്നെ ഇങ്ങനെ അമ്മ കൂടെ കിടത്തിയല്ലോ. വന്നാ കൂടെ കിടത്തിയല്ലോ. കിടത്തിയല്ലേ? അമ്മ കിടക്കാൻ പറ്റിയല്ലെന്നല്ലേ പറഞ്ഞത്. അന്ന് പോയി കിടന്നു. അമ്മ കിടത്തു. ചെല്ലു പോയി കിടന്നു. പോയി കിടക്കാം അമ്മയുടെ കൂടെ. അമ്മ ജോമം വരുന്നു. എലിക്കുട്ടിയമ്മ അടുത്ത് കളിയൊന്നും നടക്കിയാലോ. ഇച്ചിരി ഓർമ്മ പോയെന്നോർത്തോണ്ട് പറ്റിക്കുന്നു എല്ലാരും കൂടെ ഇട്ട്. അല്ലേ അല്ലേ എലിക്കുട്ടിയമ്മ? ഒന്നും അറിയത്തില്ലല്ലോ. ചാച്ചനെ എവിടെ കൊണ്ടേ കളഞ്ഞു ജോമനെ? ചാച്ചനൊക്കെ പള്ളി കൊണ്ടാക്കി. എന്നെ വീട്ടിൽ വന്നാർന്ന്. ഇപ്പൊ പണ്ടാണ്ട് ഇവിടെ വന്ന് കൊണ്ടുപോകാൻ വന്നത്. അമ്മേനെ? അമ്മയുടെ ചാച്ചന്റെ കാര്യമാണ്. കൊച്ചിന്റെ കാര്യമല്ല. അമ്മയുടെ ചാച്ചനൊന്നും അമ്മ ഓർക്കുന്നുണ്ടാവുന്നില്ല. ഇപ്പൊ നേരത്തെ മരിച്ചു പോയല്ലേ. ഏത് ചാച്ചനാ? ഏത് ചാച്ചനാ? ഏത് ചാച്ചനാ? ഏത് ചാച്ചന? 3-4 ചാച്ചന്മാരോ. അത് ഏതാ? അതല്ലേ ചോദിച്ചാ ഏത് ചാച്ചനാന്ന് ചോദിച്ചേ.
അച്ഛൻ കൊണ്ടുപോകാൻ വരുന്നു. അതിനകം ആ പെരയുടെ അങ്ങനെ വെച്ചാൽ ആയിരിക്കണ പെര ഈ കന്നുകാലിക്കൂടൊന്നുമല്ല, അത് അട്ടിയ. അല്ലേ? അട്ടി അട്ടി. അട്ടിയോ? കൊപ്ര ഇല്ലേ ഉണക്കുന്നത്, വീടാ. ഞാനൊക്കെ ടി വി കാണാൻ കണ്ട, ടി വി കണ്ടപ്പോൾ മുഖത്തിന്റെ പ്രസാദം കണ്ട. എന്നെ വഴക്ക് പറഞ്ഞേ, നല്ല മൃഗങ്ങളുടെ ഒക്കെ എടുത്തു വെച്ചും കൊടുത്താ ഇതൊക്കെ എല്ലാം പറയും. ഇത് എന്നോട് ചോദിക്കും എന്തിനാ ടി വി കാണാൻ. അവിടെയാ അതുകൾ ഇവിടെയാ കിടക്കുന്നത്. ആടൊക്കെ അല്ലേ? ആടും പശുവൊക്കെ അല്ലേ? ആടും പശുവൊക്കെ അല്ലേ? ആടോ? ആ ആടിനെ കെട്ടേക്കാണോ? ആ ആടിന്റെ പരസ്യ. ഒരെണ്ണം മേടിക്കാൻ പോവാ, ഒരെണ്ണത്തിന് മേടിക്കാൻ പോവാ. അതെയാ? ആടിനെ. ശരി, അകട് അവരുടെ അകടൊന്നും കുഞ്ഞാകട്ടെ. ഭയങ്കര ആ ആടിന്റെ അകട് ആടിനെ മേടിക്കണോ? കിടാക്കണ വായിക്കേറിയല്ല അതുപോലെ. ആ കോഴിക്കോടാ. കിടക്കാം. ഞാനിപ്പം കിടക്കണില്ല. കിടക്കണ്ടേ? ഇല്ല, കിടക്കുവാ. ഞാൻ കുളിക്കാൻ പോവാ. ഇനി ഒന്ന് പ്രാർത്ഥനയുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. കുളിക്കാൻ പോവാ. ഉം. കുളിച്ചു പ്രാർത്ഥിക്കും. അത് കൊള്ളാം. ആ, പ്രാർത്ഥന വേണ്ടേ? പ്രാർത്ഥന വേണ്ടേ? പ്രാർത്ഥന തന്നെയാകുമ്പോൾ കുറിച്ച് വെച്ച് പ്രാർത്ഥനയല്ല, അതാണ് അത്യാവശ്യം. ആർക്കും ശല്യമില്ലാതെ ആട് ഓരോന്നോരോ ഓടി വന്നു സ്ഥലം നോക്കുക. ആട് കിടക്കാൻ സ്ഥലം നോക്കുക. അവിടെ ആടിനെ കണ്ടില്ലല്ലോ. അവിടെ കയറി കിടക്കാൻ. ആ എന്തിനാ കുത്തിയിരിക്കണം? കുട്ടിയമ്മ ഒരു പ്രാർത്ഥന ചെല്ലിക്കുമായിരുന്നു. ഒരു കൊന്തങ്ങ ചെല്ലിക്കോളാം, അപ്പോൾ ഉറക്കം വരികയില്ല. ഒരു കൊന്തങ്ങ ചെല്ലാം, കൊന്ത ചുമ്മാ ഇരുന്ന് എടുത്തെങ്കിൽ. ആ പ്രാർത്ഥന ആ ഈ നേരം കൊണ്ട് കൊന്തേക്ക് കിടന്നോ? ഞാൻ തന്നെ കണ്ടാ മതി. ആ, അമ്മ തന്നെ കിടന്നാ മതി. പിന്നെ അല്ലെ വിവാനെ വിളിച്ചോളൂ. വിവാനോട് വരാവോന്ന് ചോദിക്കേ. ആരോടാ? വിവാനോട്. എന്നാ വേണ്ടാണ്ട് കണ്ടോ? എന്നാ അത്? ആ നല്ല ആട്ടുകുഞ്ഞുങ്ങളെല്ലാം ആടെയാണല്ലോ. നല്ല രസമുണ്ടല്ലോ. കാത് കണ്ടു കഴിഞ്ഞാൽ ആ നല്ല രസമുണ്ടല്ലോ അല്ലേ? അമ്മക്ക് ഇഷ്ടമല്ലേ? എന്താ ഒരു രീതിയായിട്ട് ഇഷ്ടം പോലെ ആടുകൾ. ആകാശം മുഴുവൻ ജപ്പാന. ചെമ്മാനായോ? ആ അമ്മ പറഞ്ഞ പോലെ ശരിയാണ്, ആകാശം മുഴുവൻ ചെമ്മാനായി. ഒരു മഴ വന്നത് പോയെന്ന് തോന്നുന്നു, ഒന്ന് ചാറ്റി പുറക്കി അങ്ങ് പോയി. ഇതുണ്ടല്ലോ ഇവിടെ ഇച്ചിരി എന്തൊക്കെ നനഞ്ഞ് കിടക്കുന്ന അത്രയേ ഉള്ളൂ. ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. ചാക്കുവേ, ചാക്ക് മിണ്ടുന്ന പോലുമില്ല. ഉണ്ട്, മഴ പോയി, മൊത്തം പോയി മഴ. വീട്ടിലോട്ട് പോകാന്ന്. ഏത് വീട്ടിലെ? ഏത് വീടാ? ആ അവനവൻ്റെ വീട്ടിൽ പോകണം. അവനവൻ്റെ വീട് ഏതാ? വല്ലവൻ്റെ വീട്ടിലോട്ട് പോകണം. ഇതാരുടെ വീടാ? അത് ഇതാരുടെ വീടാ? ഇത് ഈ വീട് അത് ഇവിടെ നീ കണ്ടിട്ടുള്ളതല്ലേ? ആ ഇതിനകത്ത് കിടക്കാൻ തോന്നുന്ന വല്ല എത്രയും. അതല്ലേ പറഞ്ഞേ. പിന്നെ ഏത് വീട്ടിൽ പോനാ? പിന്നെ ഏത് വീട്ടിൽ പോനാ? ഈ പേരെ ആ കിടക്കാൻ തുടങ്ങിയത് അതേന്നേ. എത്ര വർഷമായി? അതെ. ഇതിന് നമ്മൾ വേറെ എവിടെയാ പോണേ? ഇല്ലേ ഇല്ലേ? ഇവരല്ലേ പിന്നെ വേറെ ഏത് വീട്ടിലാ പോണേ? ഇവരല്ലേ പിന്നെ വേറെ ഏത് വീട്ടിലാ പോണേ? ഇതല്ലേ നമ്മുടെ വീട്. ഇതല്ലേ വീടെന്ന്, വേറെ എവിടെയാ പോണ്ടേന്ന്? എവിടെയാ പോകേണ്ടത്? വീട് ഈ ഉള്ള വീടിനകത്ത് അടങ്ങി ഒതുങ്ങി കിടക്കണം. വീട്ടിലുള്ളവർക്കൊന്നും അടക്കമൊന്നും ഇല്ലെന്നാ എലിക്കുട്ടിയമ്മ പറയുന്നത്. പറ്റില്ല, എല്ലാവർക്കും കിടക്കണം. എല്ലാവർക്കും കിടക്കാനുള്ള ഇടയുണ്ടോ? ആകെ 4 മുറിയുണ്ട്. എലിക്കുട്ടമ്മ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞോണ്ടാ ഞാൻ ചോദിച്ചത്. ഏത് വീട്ടിലാ പോണേന്ന്? ഇതല്ലേ വീട്, വേറെ ഏതാ വീടല്ലേ? പോയി കിടന്നോളാനേ. നാളെ ഒരു കാര്യം എടുക്കാൻ പറ്റി. അമ്മ ഒന്നും ചെയ്യണ്ട, ഞാൻ മൊത്തം ചെയ്തോളാം. അമ്മ ഒന്നും ചെയ്യണ്ട, ഞാനെല്ലാം ചെയ്തോളാം. ഇരുന്നോളാം. ഞാനെല്ലാം ചെയ്തോളാം.
എന്താ ചെയ്യാൻ അമ്മയിലെ അറിയാം ഇവിടെ മൊത്തം ചെയ്യാനുണ്ടെന്ന്. ആ മൊത്തം ഞാനങ്ങ് ചെയ്തോളാം എന്നാ പറഞ്ഞേ. കുടുംബമായ എന്തെല്ലാം ആ ജോലി അതാ പറഞ്ഞ അതൊക്കെ ഞാനങ്ങ് ചെയ്തോളാം. പോരെ ഇവിടെ എവിടെയാ കിടക്കണം? ദേ ആ മുറിയിൽ. ഇതിനകത്തോ? ആ അടുത്ത് കിടക്കാമോ? പിന്നെ പോയി നോക്കിക്ക് അമ്മയുടെ വല്ലതൊക്കെ അവിടെ ഇരിപ്പുണ്ടോന്ന്. ആ കൊന്ത കണ്ട അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ കൊന്ത പെട്ടിക്കകത്ത് നീ കണ്ടുപിടിച്ചായിരുന്നു. ഏത് കൊന്താ? മറ്റേ നീലക്കൊന്ത. ആ മരിച്ചേച്ചി ഉണ്ടെന്നാ? ആ എടുത്ത് കൊടുത്താക്കാൻ പറ്റായിരുന്നു. എല്ലാവരും ചുമ്മാ ഈ ചൂടത്ത് എന്തിനാ എഴുതാലിട്ടു നടക്കണേ. ആ അത് ശരിയാ. അതെടുത്തില്ല. അത് വൈകിട്ട് തണുക്കണ്ടേ? ചൂടല്ലേ? ചൂടത്ത് തണുക്കാനുള്ള സാധനം. അത് ഇടി കൊണ്ടാതെ ഊരിയിട്ടതാ. മഴ വന്നിട്ട് പോവുകയും ചെയ്ത, മഴ നിന്നുമില്ല. മഴ വന്നിട്ട് പോവുകയും ചെയ്ത, മഴ നിന്നുമില്ലല്ലോ. മഴ വന്നിട്ട് പോവുകയും ചെയ്ത്, പെയ്തില്ലെന്ന് പറയല്ലേ ഇത് മഴയേ. ആ ആ ഇത് ആടല്ലേ? ആടുകളെല്ലാം കിടന്ന് ഓടി നടക്കണതാണ് അമ്മ കാണുന്നത്. ആടുകളെ കണ്ടിട്ടാണ് അമ്മ പറഞ്ഞത്. ഇത്രയും രാത്രിയായി ഇനി അതുങ്ങളൊക്കെ എത്ര രുചി വരും? അതുങ്ങളെ അങ്ങനെ പിടി എത്ര എണ്ണം ഉണ്ട്? ആ അതെ അതെ, അതുങ്ങളൊക്കെ അവർ പിടിച്ച് കെട്ടിക്കോളും കേട്ടോ. അത് വലിയ കൂടൊക്കെ ഉള്ളവരാ, അവർ പിടിച്ച് കെട്ടിക്കോളും. വീട്ടിൽ കെട്ടാനായിട്ട് നേരത്തെ എത്തിയിരിക്കണമൊക്കെ ആ കിടക്കണം. ആട്ടുകുഞ്ഞുങ്ങളൊക്കെ കാണുന്നുണ്ടേ, അത് കാണുന്നു. ആ ആടുകൾ അങ്ങനെയല്ലേ? അവിടെ നടക്കാനൊന്നും തിന്നാനൊന്നും സ്ഥലമില്ല. അവിടെ നോക്കുവരും വിളിച്ച് എല്ലായി ആണോ? ഇത് കെട്ടി ആ അവിടെയാ? ആ അവിടെ അല്ലേ? ആ അവിടെ മുഴുവൻ മണ്ണാ. മൃഗങ്ങൾക്ക് കെട്ടാൻ പറ്റിയ അതിനാ? മൃഗങ്ങളെ കെട്ടാൻ പറ്റിയില്ല അതിനാ? ആ സ്ഥലത്ത്. അതിനാ പറ്റിയേ? അവിടെ കെട്ടിയാനാ കുഴപ്പം? അവിടെ കെട്ടിയാൽ എന്നാ കുഴപ്പം? കിട്ടിയ അവിടെ മുഴുവൻ തകർന്നു. ആ ആടാ അല്ലേ? ആ ആട് കൂട്ടുകയറ്റക്കാരാ. ഒരു സാധനം അവിടെ എത്തിക്കാൻ ആ അത്തേക്കല്ല, നശിപ്പിച്ച് കളി. അത് നേരാ. ഒറ്റ ദിവസം കൊണ്ട് തീർക്കും. ആ തീർക്കും തീർക്കും. ഇതൊക്കെ ഇങ്ങനെ വളർത്താമെന്ന് പറഞ്ഞു. ആ വലിയ പാടാ വളർത്താന്ന് പറഞ്ഞാൽ. ആടിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ ആടിനെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ആട്ടുകളെ കണ്ടിട്ടാണ് ഇവരെന്ന് പറയുന്നത്. സ്ഥലം ഇട്ടിട്ട് അതിനായിട്ടുള്ള കെട്ടിടങ്ങളായി ഉണ്ടാക്കി. ആ അതിന് കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ട് വളർത്തണം അത്. ആ ഒരു പ്രത്യേകം കെട്ടിടങ്ങൾ ഉണ്ടാക്കി വളർത്തണം. ഇതോ ആ ഇതോ കെട്ടിടമൊന്നുമില്ല. ആ അത് പ്രത്യേകം കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ വളർത്തണം കേട്ടോ. എന്നാ പ്രാർത്ഥന കഴിഞ്ഞോ? അന്നൊന്ന് ആര്? നീ ആ നിങ്ങൾ ആ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലേ? ആണോ? ഞങ്ങൾക്ക് വേണ്ടിയൊക്കെയാണോ? മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്ക് കേട്ടോ. ഒരു മഴ പെയ്യാൻ വേണ്ടി. ഇന്ന് വന്ന മഴയും പോയി. ഇന്ന് വന്ന മഴയും പോയി. നിങ്ങൾ ഇന്ന് വന്ന മഴയേ മഴയും പെയ്യാതെ പോയി. ഞങ്ങൾ ആർക്ക് എന്താ പറ്റിയാൽ ഞങ്ങൾ അത് എല്ലാവരോടും പറയും. പ്രാർത്ഥിക്കുകയും ചെയ്യും. ആണോ? അത് ആവശ്യമാണ്. അത് വേണം. എന്തെങ്കിലും രോഗം വന്നാലും എന്തെങ്കിലും അപകടം പറ്റിയാലും അതൊക്കെ അന്നാല് അതെല്ലാം തുടച്ച് മാറ്റണം. അല്ലാതെ ഓരോന്നും പഴക്കത്തിന് ഇട്ടേക്കാൻ പറ്റിയ പിന്നെ അന്തോ ഇല്ല ബന്ധവും ഇല്ല. എലിക്കുട്ടും എത്ര നേരം പ്രാർത്ഥനയായിരുന്നേ? എത്ര നേരം പ്രാർത്ഥന ചെയ്യുമായിരുന്നു? പ്രാർത്ഥന ഞങ്ങൾ കഴിഞ്ഞോ? പിന്നെ നിർത്തിയോ? ഇപ്പൊ സന്ധ്യാപ്രാർത്ഥന ഉണ്ടല്ലേ? മഴ പെയ്യാൻ വേണ്ടി ഒരു പന്തം കഴിഞ്ഞിരിക്കേ. ഞങ്ങൾ രണ്ടുപേരും ഞാനും വികാനും ഞങ്ങളൊക്കെ പണിയിൽ പോയില്ല. ആണോ? പിന്നെ മറ്റവര് അവർ ഇവിടെ ഉണ്ടായിരുന്നവരല്ലാതെ പ്രാർത്ഥനയെ കഴിച്ചോളാം. ആണോ? ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നേ? ഇവിടെ ആരൊക്കെയാ ഉണ്ടായിരുന്നേ? ഇവിടെ 3-4 പേരുണ്ടാകും. ആരൊക്കെയാ? അവരിവിടെ ഉണ്ടാകുന്നവരൊക്കെ തന്നെ പിള്ളേരും ചെറുപ്പം പിള്ളേരും ഒക്കെ ആയിട്ട്. അവരുടെ പേരെന്നാക്കിയാ? ബന്ധവരും ബന്ധബന്ധുക്കളും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അവരുടെ പേരെന്നാക്കിയാ? അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ. എല്ലാവരും പേര് പറയാൻ പറ്റിയ അതിനാ അത് മറന്നു പോകണം. എന്നാലും എപ്പോഴും കൂടെ ഉള്ളവരെ ഓർക്കണ്ടേ? പോരെങ്കിൽ പല പേരല്ലേ ഓരോരുത്തർക്കും. പിന്നെ അതൊക്കെ എല്ലാം വിശദമായിട്ട് പറയാൻ പറ്റിയാണ്. എല്ലാവർക്കും ഒരു പേരിടാൻ പറ്റുമോ? അത് പറഞ്ഞിട്ട് എന്നാ കാര്യം? അല്ല ഇത് ആരൊക്കെ ഉണ്ടെന്ന് ഓർമ്മയിലുണ്ടെന്ന് അറിയാൻ വേണ്ടിയാ. എപ്പോഴും കണ്ടോണ്ടിരിക്കുന്നവർ ഓർക്കുന്നുണ്ടോ? നമ്മൾ കുറിച്ചിടാനുള്ളതൊക്കെ കുറിച്ചിട്ടോ അത്യാവശ്യപ്പെടുമ്പോൾ എടുത്ത് നോക്കിയാൽ മതി. അന്നേരം നോക്കിയാൽ മതി അല്ലേ? എപ്പോഴും നോക്കി ചെയ്യാൻ അത് തെറ്റിപ്പോവും.
ശരിയായേ. ഇപ്പോൾ കുറിച്ചിട്ടല്ലേ മറന്നു പോകും. എല്ലാവർക്കും ഭയങ്കര മറവിയാ. ചെറുപ്പക്കാരുൾപ്പെടെ എല്ലാവർക്കും മറവിയാ. പിന്നെ അമ്മയുടെ കാര്യം പറയാനുണ്ടോ? എനിക്കൊക്കെ മറവിയാ. പെട്ടെന്ന് മറന്നു പോകും. പേരൊന്നും ഓർത്തിരിക്കുകയില്ല, വർഷം ഓർത്തിരിക്കുകയില്ല, ഡേറ്റ് ഓർത്തിരിക്കുകയില്ല. എല്ലാവരും മരുന്ന് കുടിച്ചോ? മരുന്നാ? മരുന്ന് കഴിച്ചോ? എന്നാത്തിന്? കഴിച്ചോ? ഇല്ല. അതിനാ മരുന്നിനകത്തിനാ കഴിക്കുന്നേ? എന്നാത്തിനാ മരുന്ന് കഴിക്കുന്നേ? മരുന്നോ? ആ, മരുന്ന് ഇല്ലേ? എനിക്കും മരുന്നൊന്നുമില്ല. മരുന്നൊന്നുമില്ല. എത്തിപ്പോയോ? എന്നാത്തിന്റെ മരുന്നാ? എന്നാത്തിനുള്ള മരുന്നാ? എല്ലാത്തിനൊന്നും അറിയത്തില്ല. ഡോക്ടർ തന്നതായി. ഡോക്ടർ ചുമ്മാ മരുന്ന് തരുമോ? രോഗത്തിന്റെ ഉള്ളത് അറിയാവുന്നത് കൊണ്ടല്ലേ. രോഗം എന്നാന്നറിയാതെ എൻ്റെ മരുന്ന് തരുന്നത്. എനിക്ക് മരുന്ന് തന്നിട്ടില്ല. എലിക്കുട്ടിയമ്മയ്ക്കായിരിക്കും മരുന്ന്. അതിപ്പോൾ തീർന്നു പോയാലും പിന്നെ നേരത്തെ കഴിച്ചതല്ലേ. പിന്നെ ബാക്കിയുള്ള ഒരു പിന്നത്തേനുള്ളത് തീർന്നു പോയാലും അത് സാരമില്ല. എലിക്കുട്ടിയമ്മയ്ക്കായിരിക്കും മരുന്ന്. എനിക്ക് മരുന്നൊന്നുമില്ല. എനിക്ക് മരുന്നൊന്നുമില്ല. ഇല്ലേ? ആ അതെ. മറ്റൊക്കെ നിർത്തിയോ? എനിക്ക് മരുന്ന് കഴിപ്പൊന്നുമില്ലല്ലോ. അസുഖം വരുമ്പോൾ മരുന്ന് കഴിച്ചാൽ പോരെ? അസുഖമൊന്നും വന്നിട്ടില്ലല്ലോ. ഇപ്പം അസുഖമൊന്നുമില്ലല്ലോ. അല്ല, പനിയൊക്കെ വരുമ്പോൾ മേടിച്ചാൽ മതി. പിന്നെ ഏത് മരുന്നിൻ്റെ കാര്യമായിരിക്കും? എലിക്കുട്ടിയമ്മയുടെ മരുന്നിൻ്റെ കാര്യമാണോ ഓർത്തേ? എലിക്കുട്ടിയമ്മ കഴിക്കുന്ന മരുന്നിൻ്റെ കാര്യമായിരിക്കും. എലിക്കുട്ടിയമ്മ ഓർത്തതായിരിക്കും. ഇനി പ്രാർത്ഥന ഇല്ലെന്നുണ്ടോ? ഇനിയിപ്പോൾ സന്ധ്യാപ്രാർത്ഥന എല്ലാറായി. സന്ധ്യാപ്രാർത്ഥന ചെല്ലാറായിക്കൊണ്ടിരിക്കുക. സന്ധ്യാപ്രാർത്ഥനയെ ഇല്ല ഇല്ല, ഇവിടെ ചെല്ലിയില്ല. എല്ലാവരും കൂടെ ചെല്ലാൻ കിടക്കുവാ. എല്ലാവരും കൂടെ ചെല്ലാൻ കിടക്കുവാ. എലിക്കുട്ടമ്മയ്ക്ക് ഒരു മയക്കം വരുന്നുണ്ട്. ഇത്ര നേരം പ്രാർത്ഥനയായിരുന്നു. സന്ധ്യ ആണല്ലോ. സന്ധ്യയായി തുടങ്ങി. പ്രാർത്ഥിക്കാനും കുർബാനയ്ക്കും ഒക്കെ വല്ലവരും. കുർബാനയൊന്നും സന്ധ്യക്ക് എവിടെ കുർബാന ഇരിക്കുന്നു? കുർബാനയൊക്കെ പകലല്ലേ, സന്ധ്യക്ക് കുർബാനയൊന്നും ഇല്ലല്ലോ. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ വരും. ഇനിയിപ്പോൾ മാൻമട്ടപ്പള്ളി പെരുന്നാൾ പോവാം നമുക്ക് കുർബാന കൂടെ. മാൻമട്ടപ്പള്ളി പെരുന്നാൾ. മാൻമട്ടമ്പള്ളി പെരുന്നാൾ. മാൻമിട്ടത്ത്. 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 അവിടുത്തെ പള്ളിയിൽ തിന്നാറാണ്. അത് ശരി. അപ്പം നല്ല ഒത്തിരി വഴക്കം ചെന്ന പള്ളിയാ. നമ്മൾ സ്ഥിരം പെരുന്നാൾ പോയിക്കൊണ്ടിരുന്നാ പണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കൊടുത്ത പള്ളി. പെരുന്നാളിന് പോവാ. നേരത്തെ ഞങ്ങളൊക്കെ അവിടെ എല്ലാനും. ആണോ? ആ പള്ളിയിലാണോ പൊക്കോണ്ടിരുന്നേ? ആ പള്ളിയിലാണോ പൊക്കോണ്ടിരുന്നേ? പള്ളി ആ പള്ളിയിലാണോ പൊക്കോണ്ടിരുന്നേ? ഞങ്ങൾ നേരത്തെ പോയിക്കൊണ്ടിരുന്നു. പോകാന കണ്ടോണ്ടിരുന്നതും എല്ലാം അവിടെയായിരുന്നു. അച്ഛന്മാർ നല്ല തങ്കപ്പെട്ട അച്ഛന്മാരും സിസ്റ്റർമാരും എങ്ങനെയായിരുന്നു. അപ്പോൾ മണ്ണാറപ്പാറ പള്ളിയിലല്ലേ പൊക്കോണ്ടിരുന്നേ? മണ്ണാറപ്പാറ പള്ളിയിലല്ലേ പൊക്കോണ്ടിരുന്നേ? പോകണമെങ്കിൽ ഒത്തിരി പോകണം. ശരിയാ. ഇത് മാൻമട്ടം പള്ളി അടുത്തല്ലേ? അതിലേക്ക് അവിടെ ഒന്ന് പോകുമ്പോൾ നേരം കണ്ടു. ഇവിടെ 4 പോകും. 4 പോകാം. അത് ശരിയാ. മാൻമട്ടം പള്ളിയേക്കാളും അകലെയാണ് ഇടവപ്പള്ളിയെ മണ്ണാറപ്പാറ പള്ളി. മിക്കവാറും ഞായറാഴ്ചകളിലൊക്കെ മാൻമട്ടം പള്ളി കുർബാനയ്ക്ക് പോകുമായിരുന്നു. മാൻമട്ടം പള്ളിയിലെ മണ്ണാറപ്പാറ പള്ളിയിലെയും പെരുന്നാളാണ് സ്ഥിരമായിട്ട് കൂടിക്കൊണ്ടിരുന്നത് അല്ലേ? മാൻമട്ടം പള്ളിയിലെ പെരുന്നാളാണ് ഏറ്റവും അവസാനത്തെ പെരുന്നാൾ. നല്ല അവിടുത്തെ അവിടെ തിരുനാളല്ല, അപ്പമൊക്കെ നേർച്ച കിട്ടുന്നേ. അപ്പമൊക്കെ നേർച്ച കിട്ടുന്നേ അല്ലേ? നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകുമായിരുന്നു അമ്മ വീട്ടിൽ നിന്ന് മാൻമട്ടം പള്ളിയിലോട്ട്. 19 അപ്പം ഇല്ലേ? മാൻമട്ടം പള്ളിയിൽ പെരുന്നാളിന് പോകുമ്പോൾ അവിടുന്ന് അപ്പമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നേർച്ചയായിട്ട് കൊണ്ടുപോകുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. കോഴി, എന്നിട്ട് കോഴിയൊക്കെ കറി വെച്ച് വീട്ടി അപ്പവും കോഴിക്കറിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. എന്ത് ബഹുമാനാണെന്ന് പറയാൻ പറ്റിയ പള്ളിക്കും പള്ളിയിൽ കപ്പ്യാന്മാർക്കും അച്ഛന്മാർക്കും എന്നും പള്ളിയിൽ ചെന്നുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ. ഇന്നിപ്പോൾ ഇന്നാർക്കും മീച്ചമാണ്. ഇന്ന എല്ലാവരും ഒന്നവരെ മറ്റുള്ളവരെയൊക്കെ എങ്ങനെയാ വിവാഹിച്ചുകൊണ്ട് നടന്നു. പക്ഷേ അതിന് മാത്രമുള്ള ഐശ്വര്യം അവർക്ക് ഉണ്ടാകത്ത. ഇന്ന് കാലം മാറിപ്പോയെന്നേ. എല്ലാവർക്കും ഇഷ്ടംപോലെ പൈസയൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് ഇപ്പോൾ ആരെയും ബഹുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരുടെ മുമ്പിൽ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല.
പള്ളിയിൽ ചെയ്യാനുള്ളതെല്ലാം എന്തെല്ലാം പണികൾ കണ്ടാലും അവർ പോകും ചെയ്യും. അങ്ങനെയായിരുന്നു. ആണോ? വീട്ടിൽ നിന്ന് പോയി. ആ, വീട്ടിൽ നിന്ന് പോയി ചെയ്യുമായിരുന്നു അല്ലേ? ആരൊക്കെയാ പൊക്കോണ്ടിരുന്നേ? വീട്ടിൽ നിന്ന് ആരൊക്കെയാ പൊക്കോണ്ടിരുന്നേ? പോയിക്കൊണ്ടിരുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ പോകും. ആണോ? ആ, പള്ളി പെരുന്നാളൊക്കെ വരുമ്പോൾ ക്ലീൻ ചെയ്യാനൊക്കെ അല്ലേ? കഴുകാനും തുടയ്ക്കാനും തൂത്തു വരാനും ഒക്കെ അല്ലേ? തൂത്തു വരാനും കഴുകാനും തുടയ്ക്കാനൊക്കെ അല്ലേ? അങ്ങനെയല്ലേ? അതൊക്കെ ചെയ്യേണ്ടതെല്ലാം ചെയ്തേച്ച് ഇങ്ങനെ പോരും. എന്നുവെച്ചും പിന്നെ പള്ളിയിൽ ചെന്ന് കഴിയുമ്പം പിന്നെ പ്രാർത്ഥനയും കഴിഞ്ഞ് ഓരോ സാധനമൊക്കെ കഴിക്കാനുള്ളത് കഴിക്കും ഒക്കെ ചെഞ്ചിച്ച ഒടുവിലൊരു എല്ലാ അടുത്തൊരു പ്രാർത്ഥനയും കൂടെ കഴിച്ചപ്പോൾ എല്ലാവരും വീട് വഴി പോകും. വീട്ടിൽ പോകും. അങ്ങനെയായിരുന്നു. പൊറ്റ മത്സരം ഇല്ല, വീട്ടും ഇല്ല. നമ്മുടെ ചെറുപ്പകാലത്തെ കാര്യങ്ങളാണ് ഓർമ്മ പറഞ്ഞ കേട്ടോ. കുറ്റവും ഇല്ല, ഒന്നും. മാനമട്ടമ്പള്ളിയിലെ പെരുന്നാളൊക്കെ കൂടിയിട്ട് ഒത്തിരി നാളായി. മാനമട്ടമ്പള്ളിയിലെ പെരുന്നാളൊക്കെ കൂടിയിട്ടേ ഒത്തിരി നാളായെന്ന്. കേട്ടോ, പെരുന്നാൾ കൂടിയിട്ടേ ഒത്തിരി നാളായെന്ന്. മാനമട്ടമ്പള്ളിയിൽ പെരുന്നാളൊന്നുമല്ല, പണ്ട് അവസാനത്തെ പെരുന്നാളായിരുന്നു. നമ്മുടെ നാട്ടിലെ അവസാനത്തെ പെരുന്നാൾ മാനമട്ടമ്പള്ളിയിലെ പെരുന്നാളാണ്. ഇയാണ്ട് കൂടാൻ മേല. പോകണമെന്നോർത്താ ഇരിക്കണേ. പോകണമെന്നോർത്താ ഇരിക്കണേ. പറ്റുമെന്ന് അറിയത്തില്ല. അതിന് മാത്രം ചിലവല്ലോ. ഇല്ല. അത് ശരിയാ. നമ്മൾ പൈസ നേർച്ചിട്ട് അപ്പോൾ അവരോട് പ്രാർത്ഥിച്ചും പോരതല്ലാതെ വേറെ നമുക്ക് പണം മുടക്കോ അധ്വാനം അതൊന്നുമില്ല. അതിനുള്ള ഫലം കിട്ടുകയും ചെയ്യും. ആവട്ടെ, അത് പറഞ്ഞ് കിടന്നോ. ഇനിയിപ്പോൾ സന്ധ്യാപ്രാർത്ഥന കയറ്റാൽ മതി. സന്ധ്യാപ്രാർത്ഥന കയറ്റാൽ മതി. കഞ്ഞി കുടിച്ചോ? കഞ്ഞി കുടിക്കാറൊന്നും ആയില്ല. കിടക്കാറായില്ലേ? ഇല്ല, കിടക്കാറൊന്നും ആയില്ല. നമ്മൾ സന്ധ്യാപ്രാർത്ഥന എല്ലാം പോയില്ലേ? നീ കിടക്ക്. ഇല്ല, കിടക്കാറായില്ല. എലിക്കുട്ടമ്മ കിടന്നോ? പിന്നെ നേരം പുറത്ത് കേൾക്കാതിരിക്കാൻ പറ്റിയല്ലോ. കിടന്ന കേട്ട് കാര്യങ്ങൾ നടത്തണ്ടേ. നാളെ കിടന്നോ. ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.